തെക്കാട് ആശുപത്രിയുടെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് പോകാൻ വേണ്ടി എന്തിനാണ് വന്നത്? നമുക്കൊന്ന് മറ്റേ ഒരു മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കുട്ടി കലക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ കാണിച്ചില്ല, അത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിച്ചുതരാം. അപ്പോൾ അത് ഒരു കുട്ടി കലക്കുന്ന മെഷീൻ ഞങ്ങൾ വേറൊരു മെഷീൻ എടുത്തിട്ടാണ്, HCC എന്ന് പറഞ്ഞിരുന്ന. പക്ഷെ അത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാറില്ല, മണ്ടന്മാരെ. കാരണം അതൊരു ഹാമറിങ്ങും ഉണ്ട്, അല്ല ഡ്രില്ലിങ്ങും ഉണ്ട്. അത് ഹാമർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രില്ലിങ്ങിലിട്ടിട്ട് ഹാമർ ചെയ്തു. ലാസ്റ്റ് ആയിട്ട് ഇട്ട വിറ്റും അതല്ല, വിറ്റും മാറി. ആ കടക്കാരനാണെങ്കിൽ കടയിൽ തിരക്കാരനെങ്കിൽ നമ്മൾ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും ശുദ്ധ മണ്ടനായി. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നോക്കി ഒന്നും പറ്റില്ല. അവിടെ ചെന്നപ്പോൾ ഈ സ്വിച്ച് എങ്ങോട്ടാ മാറ്റിയത് ചോദിച്ചു. എങ്ങോട്ടൊക്കെയോ മാറ്റി, ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെക്ഷൻ ഇട്ടിട്ട് ചെയ്താലും പറ്റും. ഇതാണ് അമ്മ ഫുഡ് കട. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ അമ്മ വീട്. അപ്പോ അതെ, അപ്പൊ അങ്ങനെയാണ് അവിടെ പോയപ്പോ രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവര് ഹാമറിങ് സിസ്റ്റം കാണിച്ചു തന്നു, ഡ്രില്ലിങ് സെക്ഷൻ കാണിച്ചു തന്നു ആ സ്വിച്ചിന്റെ. അപ്പൊ ഞാനത് മാറ്റിയിട്ട് നോക്കി. ഇനിയിപ്പോ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ ഡ്രില്ല് ചെയ്ത് നോക്കാം. ഡ്രില്ലെല്ലാം ഹാമർ ചെയ്ത് നോക്കാം. കർട്ടൻ അടിക്കാൻ വേണ്ടിട്ട് ചെയ്ത പണിയത്. അപ്പൊ രണ്ടാമത് വേറൊരു സംഭവം എന്ന് വെച്ചാല്, ഇന്നാളെ വന്നപ്പോഴേ ഒരു പുട്ടി കിടക്കുന്ന ഒരു മെഷീൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ നമ്മുടെ വീട് പണിക്ക് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് 100 രൂപ ഡെയിലി വാടക കൊടുക്കും. എന്നിട്ട് അത് ഒരു വീട് പണി കഴിയുമ്പോഴേക്കും ഒരു 10,000 രൂപ വാടക മാത്രമായിട്ട്. അതിനുള്ള നമുക്കൊരു മെഷീൻ സ്വന്തമായിട്ടൊന്നും വാങ്ങിച്ചാൽ പോലെ. അപ്പോൾ ആ 5,000 രൂപ കൊടുക്കുന്നതിന് പകരം നമ്മളൊരു 4,000 രൂപ എടുത്തൊരു മെഷീൻ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് അതിപ്പോൾ എന്താ പറയുക, ഒരു 10-20 ദിവസം അല്ലെങ്കിൽ 40 ദിവസത്തെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ സാധനം നമ്മുടെ 40 ദിവസം വർക്ക് ചെയ്താലും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരുന്നാലും നമുക്ക് ആ പൈസ മുതലായി. മനസ്സിലായ? അപ്പോൾ ഈ 40 നമ്മൾ ഒരു വീട് പണിക്ക് എടുത്തോണ്ട് വരുമ്പോൾ 40 ദിവസം ഒരു 15 ഒരു 30 ദിവസം വർക്ക് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അത് ചിലപ്പോൾ അവർ 15 ദിവസം വരുന്നുള്ളൂ, ഒരു 10 ദിവസം അവർ വീണ്ടും ലീവ് ആയി കഴിഞ്ഞാൽ ആ മെഷീൻ അവിടെ ഇരുന്നിട്ട് അപ്പോഴും വാടക കയറി 10 ദിവസം 1,000 രൂപ അവിടെ കയറിയാ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 40 ദിവസം അത് വീട്ടിൽ വെറുതെ ഇരുന്നാലും നമുക്ക് കാശ് മുതലായിന്ന്. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ് ഒരാൾക്ക് ഇനി വാടക കൊടുക്കണം എങ്കിലും നമുക്കൊരു 10 ദിവസം വർക്ക് കിട്ടിയാലും ആ പൈസ അങ്ങോട്ട് പോകുന്നതാ. പിന്നൊക്കെ മുതലല്ല കയ്യില, മുതൽ പോകുന്നു, പിന്നെ ഉള്ള ലാഭകാശല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, കുട്ടി കലക്കാനുള്ള ഒരു മെഷീൻ കൊടുത്തിട്ടുണ്ടാവും. കുട്ടി കലക്കാനുള്ള മെഷീനും പിന്നെ നമ്മളൊരു ഹാമറിങ് മെഷീനും, ഡ്രില്ലിങ് ഹാമറിങ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് HCC എന്ന് പറഞ്ഞൊരു മെഷീൻ. വലിയ കാര്യമൊന്നുമില്ല ആ മെഷീൻ. ഈ സ്ഥലം വഴുതക്കാടല്ലേ? വഴുതക്കാട്. അതെ, റൗണ്ട് സർക്കിള് വഴുതക്കാട് സർക്കിളായിപ്പോ. അപ്പൊ സർക്കിളിൽ നിന്ന് ഇങ്ങനെ എബോട്ട് അടിച്ച് തിരിഞ്ഞ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ വഴുതക്കാട്, ഇനിയിപ്പോ അടുത്ത് നേരെ ഈ റോഡ് നേരെ ഇവിടെ നിന്ന് കയറാം, വെള്ളയമ്പലത്തിൽ നിന്ന് കയറാം, പിന്നെ പാങ്ങോട് നിന്ന് കയറാം. അവിടെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇട റോഡുകളൊക്കെ ഉണ്ട്. പാങ്ങോട് നിന്ന് കയറണം, ആ മൂലിക്കുന്ന റൈറ്റ് തിരിഞ്ഞാൽ പാങ്ങോട് നിന്ന് കയറാം, നേരെ പോയാൽ വെള്ളയമ്പലം. ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തമ്പാനൂർ പോയി കയറാം, കവടിയാറ് പോവാം, ശാസ്തമംഗലം, എല്ലാ വഴിയിലോട്ടും പോവാം. വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവിടേക്ക് എത്താമെന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോ കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലേ ഈ വാമര. പിന്നെ അടിപൊളി ഒരു ട്രീ മോഡൽ വള്ളികളായിട്ട്. അപ്പം ഇങ്ങനെയാണ് കാര്യം. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് റൈറ്റ് തിരിച്ചു പോലെ അതല്ലേ നല്ലത്. അത് പക്ഷെ മണ്ടത്തരമായപ്പോ അത് പിന്നെ ഓപ്ഷൻ മാറി കിടന്നല്ലേ. അത് ഏറ്റവും വലിയ തിരുമണ്ടന്മാര് 2 മണ്ടന്മാര് പോയിട്ട് ചെയ്തത്. അതായത് ഒരാൾക്ക് അറിയില്ല എന്നൊക്കെയാ, അറിയുന്ന ഒരു മണ്ടൻ ഉണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഈ പുതിയ ടെക്നിക്കലി എനിക്ക് അറിയണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ മെഷീൻ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ പണ്ട് കാര്യമില്ല, HCC വർക്ക് ചെയ്തിട്ടില്ല. അല്ലാണ്ടുള്ള ഹിറ്റാച്ചിയാണ് കൂടുതൽ വർക്ക് ചെയ്യുക. ഹിറ്റാച്ചി എന്ന് പറഞ്ഞാൽ ഹെവി മെഷീനാണ്. ടപ്പാരെ, ഹിറ്റാച്ചി ഇതൊക്കെ ഭയങ്കര അടിപൊളി മെഷീനാണ്, ഭയങ്കര പവർഫുൾ ആയ മെഷീനാണ്. റേറ്റും കൂടുതലാണ്. ഇതൊക്കെ കോയമ്പത്തൂർ മേടാണ് ഇതൊക്കെ. അപ്പോൾ ഈ സാധനം ഇത് ഓട്ടോമാറ്റിക് 2 മോഡിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഹാമറിങ്ങും ഒന്ന് ഡ്രില്ലിങ്ങും. അതായത് നമ്മുടെ തടി അങ്ങനെയുള്ള മെറ്റീരിയൽസ് പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കരിങ്കല്ലൊക്കെ തിരക്കാൻ പറ്റും. അതിന് സമയത്ത് നമ്മുടെ കോൺക്രീറ്റ് വരയ്ക്കെന്ന് പറയുമ്പോൾ അത് വേറെ ഇതായിട്ടുള്ള വരുന്ന ഒരു ഇത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. 2 മോഡിലേക്ക് ഇടാനുള്ള ആ സ്വിച്ച് മാറ്റിയിട്ടില്ല, നമ്മൾ ഡ്രില്ലിങ്ങിലിട്ടിട്ട് ചെയ്തായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്തായി, രണ്ടാമത് തിരിച്ചു വരേണ്ടി വന്നതുകൊണ്ട് വേറൊരു ഉപകാരം കൂടി ഉണ്ടായി. കുട്ടി മെഷീനും കൂടി വാങ്ങിച്ചു. ഇപ്പോൾ വഴുതക്കാട് സ്കൂളും കോളേജുമാണ് ഈ കാണുന്നത്. ഇത് വഴുതക്കാട് കോളേജ് അല്ലേ.
കണ്ട ഈ കാണുന്നത് വഴുതക്കാട് കോട്ടങ്ങി സ്കൂളാണല്ലോ. കോട്ടങ്ങി സ്കൂളാണ്. ഇത് പാങ്ങോടായി എടപ്പഴിഞ്ഞി അല്ലേ? തിരുമല. നേരെ പോയ തിരുമല, ഇടത്തോട്ട് പോയ ശാസ്താമംഗലം, വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ജഗതി. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പം പോയ സിഗ്നലിൽ കയറാൻ പോകുന്നത്. അപ്പം നമ്മൾ എടപ്പഴിഞ്ഞി സിഗ്നലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലെഫ്റ്റിൽ ഒരുപാട് സ്ഥലം ഇട്ടിട്ട് അവർ നടുക്ക് കയറി നിൽക്കുന്ന കാറ്. ഇതിനത്രയധികം സ്ഥലം ലെഫ്റ്റ് ഇട്ടിട്ടാണ്. നേരെ പോയി കഴിഞ്ഞാൽ ആ കാറൊക്കെ നേരെ പോകാൻ തിരുമല, ഇടത്തോട്ട് പിടിച്ച ശാസ്താമംഗലം, വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ജഗതി. ഇതാണ് പാങ്ങോട് മീൻ മാർക്കറ്റ്. പാങ്ങോട് മീൻ മാർക്കറ്റ്, മീൻ ചന്ത. അതിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മാർക്കറ്റ് പാങ്ങോട്. അതായത് പാങ്ങോടിന് വേറൊരു സ്ഥലം പറയില്ല, ഇത് പേര് ബോക്സുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് അതാണ് മീൻ മാർക്കറ്റ്. അത് ഇത് വേറൊരു സ്ഥലം കൂടെ പറയില്ല, എടപ്പഴിഞ്ഞി അല്ലേ? അപ്പൊ ഇവിടെ ഈ മാർക്കറ്റിലേ എന്തുമാത്രം മീനാ വരിക. മീൻ എന്ന് പറഞ്ഞാൽ അതായത് തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ വരുന്ന ഒരു 90% മീനും ഈ പറഞ്ഞ പെടുന്ന ഈ മാർക്കറ്റിൽ നിന്നാണ് കയറി പോകണം. ബാക്കിയുള്ളത് പിന്നെ കടപ്പുറത്തു നിന്നുള്ള മീനുകൾ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് പുറമേ നിന്നൊക്കെ വരുന്നത്. അതും എന്താ പറയുക, യു പി നിന്നൊക്കെ വരുന്നത്. യു പി അല്ലല്ലോ, അതന്നെ യു പി മറ്റേ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് മീൻ. മറ്റേ എന്താ പറയുക, മറ്റൊരു പേരൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് ശാസ്താമംഗലം, നേരെ പോകുന്നത് മരുതൻകുഴി. അത് നേരെ ശാസ്താമംഗലത്ത് നിന്ന് കയറാം. ശാസ്താമംഗലത്ത് വന്നിട്ട് ഇതിനെ പോയി കഴിഞ്ഞാൽ കയറണം. ശാസ്താമംഗലത്ത് കയറാനല്ലേ? അതല്ല, വേണ്ട. മൂലയ്ക്ക് നല്ല തിരക്കാവും ഹോസ്പിറ്റലാണ് അല്ലേ? ഇതൊക്കെ കണക്ക് തന്നെയല്ലേ? വൺ വേ കയറി നമുക്ക് റൈറ്റ് അടിക്കല് വേണം. മറ്റേ ആ വലിയ ബ്ലോക്കിനുള്ളിൽ ഇവിടെ കുത്തിത്തിരി കണ്ടില്ല വഴിക്ക് പോകുമ്പോൾ. നേരെ നമ്മൾ മരുതൻകുഴി പാലത്തിൻ്റെ അവിടെ, ഈ റോഡ് നേരെ മരുതൻകുഴി പാലത്തിൻ്റെ അവിടെ കയറുക. മരുതൻകുഴി പാലം, മരുതൻകുഴി പാലത്തിൻ്റെ അവിടെ ചെന്ന് കയറും. പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ നേരെ ചെന്ന് മരുതൻകുഴി പാലത്തിൻ്റെ അവിടെ എൻട്രി ചെയ്ത് ആ റോഡ് വന്ന് റൈറ്റ് തിരിയരുത്, വൺ വേ ആണ്. ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ചും കൂടെ നേരെ മേലോട്ട് പോകുമ്പോൾ അടുത്ത റൈറ്റ് തിരിയുമ്പോൾ ഒരു വലിയ പാലമുണ്ട്. ആ പാലം നേരെ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് വട്ടിയൂർക്കാവിലേക്ക് പോകാം. കാഞ്ഞിരപ്പാറ, വട്ടിയൂർക്കാവ് നിന്ന് റൈറ്റ് കഴിഞ്ഞാൽ മൂന്നാമൂട്, പുളിയറക്കുളം, വെള്ളക്കടവ്, അങ്ങനെ അങ്ങോട്ട് പോവാം. പിന്നെ അതേപോലെ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഇവിടെ നിന്ന് നെട്ടയം, കാച്ചാണി, കരവളം, കളത്തുകാലി, അങ്ങനെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അരുവിക്കര, അങ്ങനെ അങ്ങോട്ട് അരുവിക്കരയ്ക്ക് പോവാം. പാലം, ഇവിടെ ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. അതെ, ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട്, ഗണപതി ക്ഷേത്രം. അപ്പോൾ അവിടെ കഴിഞ്ഞു. ചെറിയൊരു, അതായത് പണ്ട് ഒരു പ്രാവശ്യം ആ ക്ഷേത്രത്തിന്റെ ഒരു ആലുണ്ടായിരുന്നു, ഒരു ആല്. അതായത് ആ ആല് പെട്ടെന്ന് ഒരു കാറ്റ് തൊടിഞ്ഞു വീണു. ഇതേപോലത്തെ സമയത്താണ്, ഇതേപോലത്തെ ഒരു സമയത്തായിരുന്നു. ഒരു മഴക്കാറ്റൊക്കെ വന്നിട്ട് ഒരു 10-11 മണി സമയത്താണ്. അപ്പം ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലേ. അപ്പോൾ ആണ് ഇവിടെ ഇങ്ങനെ മറിഞ്ഞ് വീണു എന്ന് പറഞ്ഞ് റോഡ് ഗതാഗതം മുടങ്ങി, അത് വണ്ടിയിൽ വെള്ളത്തിൽ വീണെന്നൊക്കെ പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് മുറിക്കാൻ വന്നത് നമ്മുടെ മൂന്നാമൂട് പാണാങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചേട്ടനായിരുന്നു. അത് എനിക്കറിയണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഇയാളെ മറക്കാത്ത കാരണം വെച്ചാൽ വിനു എന്താ പറഞ്ഞ ചേട്ടനാണ്. വിനോദ രാജനാന്ന് പറഞ്ഞാൽ ആ ആളാണെങ്കിൽ ഒരു പേടി എന്ന് പറഞ്ഞ സാധനമില്ല. അന്ന് പാമ്പാണ്, വലിയ പാമ്പ്, മൂർഖനാ, വലിയ നല്ല സ്വർണ്ണ കളറാ സാധനം. അന്നത്തെ കാലത്തൊക്കെ പാമ്പിനെ കണ്ട തല്ലി കൊല്ലാണല്ലോ പതിവ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പഴയ തെങ്ങ് വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ ഉണങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലും അത് അരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ പൊത്തിനുള്ളിലേക്ക് ഈ സാധനം കയറിയിരുന്നു ആനയുടെ. അപ്പോൾ അത് ഇയാളെ വിളിച്ച വഴിക്ക് ഇയാൾ അവിടെ നിന്ന് ഓടി വന്ന് ഒരു വടി വെട്ടിയിട്ട് അതിൻ്റെ വടി വട്ടം ലെവലായിട്ട് വെട്ടിയിട്ട് അതിൻ്റെ തലയിൽ കുത്തി പിടിച്ചു ഒരാൾ. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ വാലി പിടിച്ചു വലിച്ചവന് നെടുക്കിയാനെ വലിച്ച് നെടുക്കി നിവർത്തി എടുത്തിട്ട് എനിക്ക് പറഞ്ഞു ആ വടി എടുക്കാൻ പറഞ്ഞു. വടി എടുക്കാൻ പറഞ്ഞു എടുത്തവഴിക്ക് കറക്കി എടുത്ത് നല്ല തടിച്ചു പാമ്പനെ പിടിച്ചിട്ട്. ആ പാമ്പനെ പിടിച്ച് കറക്കി നിലത്തടിച്ച് കൊല്ലുന്ന ഓർമ്മ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ അതുപോലെ മരമുറിയും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ റിസ്ക് ആയിട്ടുള്ള പനിക്കും പോകുമായിരുന്നു. ഏറ്റവും മരമുറി, പിന്നെ കിണർ പണി, അക്കത്തിന് പോകുമായിരുന്നു. പക്ഷെ
ആള് ഈ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ ചുരുക്കം. ഈ അമ്പലത്തില് അവിടെ നിന്നിരുന്ന ആല് വീണപ്പം ആ ആല് മുറിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ ടീമാണ് വന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ മരമുറി ടീമാണ്. ഇയാൾ വന്ന് അത് മരം മുറിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ക്രെയിൻ വെച്ചിട്ടാണ് ഈ മരം അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രെയിൻ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് താങ്ങി കൊടുക്കും, ഇവർ വെട്ടി മുറിച്ച് മാറ്റായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ക്രെയിൻ പൊട്ടിയിട്ട് ക്രെയിനിൻ്റെ മേളത്തെ കൈ അതിൻ്റെ ഹാൻഡിൽ പൊട്ടി ഈ മനുഷ്യൻ്റെ തലയിലേക്ക് വീണു. ആള് സ്പോട്ടിൽ അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചു. അപ്പോൾ അത് എപ്പോഴും ഒരു ഓർമ്മയാണ് അവിടെ വരുമ്പോൾ. ആ ആൽമരം ഒരു മനുഷ്യൻ്റെ ജീവനും കൊണ്ടുപോയി. എവിടെയോ നിന്നൊരു മനുഷ്യൻ മുറിച്ച് മാറ്റാൻ വേണ്ടി വന്ന അയാളുടെ തലയിലേക്ക് അതിൻ്റെ ചെയിൻ ബ്ലോക്ക് അതിൻ്റെ കൈ ഒടിഞ്ഞിട്ട് കാല് കാണാൻ ഹാൻഡ് വേണം മനുഷ്യൻ മരിച്ചു. ഇത് കാഞ്ഞിരംപാറ പെട്രോൾ പമ്പാണ്. ഇതിപ്പോൾ നമ്മുടെ കാഞ്ഞിരംപാറ പെട്രോൾ പമ്പ് എത്തിയിട്ടാ. കാഞ്ഞിരംപാറ പെട്രോൾ പമ്പ്. ഇവിടെ കാഞ്ഞിരംപാറ കോളനി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കാണുന്ന ഈ ദൃശ്യത്തിൻ്റെ നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത്, ഈ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇടത്തെ ഭാഗത്ത് ഇടത്തെ സൈഡാണ് കോളനിയാണ്, കാഞ്ഞിരംപാറ കോളനി. അതായത് ഒരുപാട് ആയിരക്കണക്കിന് മനുഷ്യന്മാർ തിങ്ങി പാർക്കുന്ന ഒരു ഈ സൈഡാണ് ഈ കാഞ്ഞിരംപാറ. അതെ, അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡാണ് കാഞ്ഞിരംപാറ കോളനി ഇരിക്കുന്നത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ അവിടെ. അണ്ണൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ അവിടെ പഠിച്ചായിരുന്ന സമയത്ത്. അപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകളാണ്, ഒരുപാട് സ്നേഹസമ്പന്നരായ മനുഷ്യന്മാരൊക്കെ ഉള്ള ഒരു കോളനിയാണ്. കോളനിയല്ല എന്താ പറയുക, ഇപ്പോൾ കോളനി എന്ന് പറയാൻ പാടില്ല പറഞ്ഞ പോലെ. പണ്ട് കോളനി എന്ന് പറയാറ്. അപ്പോൾ അങ്ങനെ ആ ഏരിയ ഭയങ്കര ശിവോദയ ആശുപത്രി മനുഷ്യൻ്റെ പാവപ്പെട്ട മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു ഏരിയ. അവരുടെ ആ സ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ. സാധാരണ നമ്മളൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് ആളുകളെക്കാളും വളരെ സ്നേഹസമ്പന്നരായ മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു ഏരിയ. എന്താ പറയുക, അവർ ആൾക്കാരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയും കലഹിക്കുകയും ഇണങ്ങിയും പിണങ്ങിയും സൗഹൃദവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഉള്ള ഒരു ഏരിയയാണത് കാഞ്ഞിരംപാറ കഴിഞ്ഞ അടുത്ത് നമ്മൾ തൊഴുവങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇവിടെ തൊഴുവങ്കോട് ദേവി ക്ഷേത്രമുണ്ട് അല്ലേ? അതെ, ദേവി ക്ഷേത്രം ഭഗവതി ക്ഷേത്രമല്ലേ? ഈ ഇടത്തോട്ട് ഈ വഴിയാണ് തൊഴുവങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. അപ്പോൾ അത് ഭയങ്കരമാണ് കേട്ടോ, ഭീകരമാണ് അത് കാണുമ്പോൾ. എന്താ പറയുക, വേറെ ഏതോ ഒരു സ്വർഗലോകത്തേക്ക് ചെന്ന ഒരു ഫീലാണ് അതിന് മുന്നിൽ ചെല്ലുമ്പോൾ. അതിന് ഫ്രണ്ട് കവാടമൊക്കെ വരുമ്പോൾ അതിഭയങ്കരമായ പടുകൂറ്റൻ ഒരു അവിടുത്തെ ഒരു പ്രതിബിംബം ഉണ്ടാവും, ദേവി വിഗ്രഹം. അതേപോലെ തന്നെ എന്താ പറയുക, ശിലകൾ കൊണ്ട് ഉള്ള ഒരു വലിയൊരു കൊട്ടാരം തന്നെയാണ് ആ കയറി ചെല്ലുന്ന ഭാഗത്ത് എൻട്രി കാര്യങ്ങളൊക്കെ തൊഴുവങ്കോട്. അതൊരു ദിവസം ഞാൻ ഇനിയിപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് പറ്റുമെന്നുള്ളത് നോക്കാം. അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അത് നമുക്ക് പറഞ്ഞറിയിക്കാമല്ലോ, അത്രയധികം ഭയങ്കര രസകരമായ ഒരു അന്തരീക്ഷമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ. ഞാനത് കണ്ടിട്ടുണ്ട്. അവിടെ തൊഴാൻ കയറിയിട്ടില്ല എന്ന് മാത്രമേ, പക്ഷേ അവിടെ നിന്ന് കഞ്ഞിവീത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് അന്നദാനമൊക്കെ ഉള്ള സമയത്ത് ഞാൻ പോയി കഴിച്ചിട്ട് പിന്നെ അവിടെ ചെറുപ്പത്തിൽ പഠിക്കാൻ സമയത്ത് ഇപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്താണ്. ഇപ്പോൾ നമ്മൾ വട്ടിയൂർക്കാവെത്തി. ഇപ്പോൾ നമ്മൾ കറക്റ്റ് വട്ടിയൂർക്കാവ് എത്തിയിട്ടുണ്ട് കേട്ടോ. വട്ടിയൂർക്കാവ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ സ്ഥലം. വട്ടിയൂർക്കാവ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എത്തി. തൃശ്ശൂർ ഗേൾസ് ജ്വല്ലറി അല്ലേ? ഗേൾസ് ജ്വല്ലറി തൃശ്ശൂർക്കാരൻ്റെ ഇടത്തോട്ട് പഠിച്ചു കഴിഞ്ഞാൽ സരസ്വതി വിദ്യാലയം, അതായത് അറപ്പുര എന്നൊക്കെ പറയും. വട്ടിയൂർക്കാവ് അറപ്പുര എന്ന് പറഞ്ഞ സ്ഥലം. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ. അവിടെ ഈ ഇടത്തോട്ട് കാണുന്നത് നമ്മൾ അരുവിക്കര അരുവിക്കര നെട്ടയം അങ്ങനെയാണ്. പിന്നെ റൈറ്റിലേക്ക് വന്ന് കുലശേഖരം, അങ്ങനെ അതുപോലെ നേരെ അത് അവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിഞ്ഞ് പോകുമ്പോഴാണ് കുലശേഖരം പോകാം. പക്ഷെ ആ വഴി നേരെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതാണ് യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ. ഇതാണ് വട്ടിയൂർക്കാവ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ഇതാണ് ഈ ഇടത്തോട്ട് പോകുന്നതാണ് നമ്മൾ അരുവിക്കരയ്ക്ക് പോകുന്നത്. ഈ റൈറ്റ് പോകുന്ന പുളിയറക്കണം.
പിന്നെ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ കൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കൊലശ്ശേരത്തോട്ട് പോകാം. പിന്നെ അതുവഴി നേരെ പേയാട് പോവാം. അങ്ങനെയൊക്കെ ഒരുപാട് വഴികളുണ്ട്. ഈ VNB ട്രാവൽസ് എന്ന് പറഞ്ഞ ഈ ബസ്സില്ലേ, ഈ ബസ് ഞങ്ങൾക്ക് അവിടെ വരുന്ന കേട്ടോ. ഈ 3-ാം മൂടിലേക്ക് വരുന്ന സ്ഥലം. അത് കറക്റ്റ് 3-ാം മൂട്, വയലേക്കട 3-ാം മൂട് എന്ന് പറയും. വയലേക്കട 3-ാം മൂട്. ഈ വയലേക്കട 3-ാം മൂട് എന്ന് പറഞ്ഞാൽ 3-ാം മൂട് വരെയുള്ളൂ ആ ബസ്, VNB ട്രാവൽസ്. ഇത് വട്ടിയൂർക്കാവ് ശ്രീകണ്ഠൻ ക്ഷേത്രം, നല്ല വട്ടിയൂർക്കാവ് മണ്ഡലം എന്നൊക്കെ പറയുന്നത്. വട്ടിയൂർക്കാവ് കോർപ്പറേഷൻ ഏരിയയാണ്. ഇവിടെ ഒരു സത്യസായിബാബയുടെ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു അതൊക്കെ പോയാ പൊളിച്ചല്ലേ, ഒരു സത്യസായിബാബയുടെ ഒരു ആശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അയ്യോ, നമ്മൾ എണ്ണ അടിച്ചില്ലേ, 2 കട്ടയുള്ളൂ. ഇവിടുന്ന് എനിക്ക് കോഫി എടുക്കണം.